അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു അവർകൾ തൻ്റെ ഒരു ശിഷ്യൻ ഇബ്നു അബ്ബദിനോട് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളും തങ്ങളുടെ കുടുംബത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുമായിരുന്ന എൻ്റെ ഭാര്യ ഫാത്തിമയുടെയും ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, തീർച്ചയായും പറഞ്ഞു കേൾപ്പിച്ചാലും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ സ്വന്തമായി തന്നെ തിരിവ് കല്ല് പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ കയ്യിൽ തഴമ്പ് പിടിച്ചിരുന്നു. തോൽപാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ട് വന്നിരുന്നത് കൊണ്ട് നെഞ്ചിൽ കയറിയതിൻ്റെ അടയാളം പതിഞ്ഞിരുന്നു. തോൽപാത്രം ഏറ്റി വരുമ്പോൾ നെഞ്ചിൽ കയറിൻ്റെ അടയാളം പതിഞ്ഞിരുന്നു. ഈ വെള്ളം ഇങ്ങനെ ആഴത്തുനിന്ന് കോരിയിട്ട് വലിച്ചിട്ട് സ്വന്തമായി തന്നെ വീട് അടിച്ച് വൃത്തിയാക്കിയിരുന്നതിനാൽ വസ്ത്രങ്ങളെല്ലാം അഴുക്ക് പിടിച്ചിരുന്നു. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് അടിമകൾ വന്നു ചേർന്നു. അപ്പോൾ നീ നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരടിമയെ ആവശ്യപ്പെട്ടാൽ നന്നായിരിക്കും, നിനക്ക് കുറച്ച് എളുപ്പവും കിട്ടുമെന്ന് ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ അടുക്കൽ പോയപ്പോൾ തങ്ങളുടെ സന്നിധിയിൽ മറ്റാളുകൾ ഇരുന്നതിനാൽ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് വീട്ടിൽ വന്നു. ഇന്നലെ എന്താവശ്യത്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും അവർ മിണ്ടാതെയിരുന്നു. ലജ്ജ കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനത് പറയാം എന്ന് ഞാൻ പറഞ്ഞു. ആരാ പറയുന്ന? അലി റളിയല്ലാഹു അൻഹു. അവർ തിരിവ് കല്ല് പിടിച്ചത് കൊണ്ട് കയ്യിൽ തഴമ്പ് പിടിച്ചിരിക്കുന്നു. തോൽപാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ട് വരുന്നത് കാരണമായി നെഞ്ചിൽ അടയാളം പതിഞ്ഞിരിക്കുന്നു. വീട് അടിച്ചു വാരുകയും മറ്റും ചെയ്യുന്നത് കാരണമായി വസ്ത്രങ്ങളെല്ലാം അഴുക്ക് പിടിച്ചു പോയിരിക്കുന്നു. ഇന്നലെ തങ്ങളുടെ അടുക്കൽ വന്ന് ഒരടിമയെ ആവശ്യപ്പെടുക, അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു എളുപ്പം കിട്ടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫാത്തിമ, അള്ളാഹുവിനെ ഭയപ്പെടണേ, നിന്റെ റബ്ബിൻ്റെ ഫർളുകളെ നിർവഹിച്ചു കൊണ്ടിരിക്കണേ,
വീട്ടിലെ ജോലികളും ചെയ്തുകൊണ്ടിരിക്കണേ. നീ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യവും അൽഹംദുലില്ലാ 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും ചൊല്ലുക. അപ്പോൾ അത് 100 അത് നിനക്ക് ജോലിക്കാരനെ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ നിശ്ചയത്തിലും അവൻ്റെ റസൂലിൻ്റെ തീരുമാനത്തിലും സംതൃപ്തയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 അമ്മായിമാരുടെ പുത്രികളെ സംബന്ധിച്ച് ഒരു സംഭവം ഇതേതിൽ വന്നിരിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ 2 പേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും കൂടി ഞങ്ങൾ 3 പേരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഹാജരായി. തങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറയുകയും ഞങ്ങൾക്ക് ഓരോ വേലക്കാരനെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേലക്കാരനെ കൊടുക്കാൻ ബദറിലെ യതീമുകൾ നിങ്ങളെക്കാൾ മുൻഗണനയുള്ളവരാണ്. നിങ്ങൾക്ക് വേലക്കാരെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇവ ഓരോന്നും 33 പ്രാവശ്യവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 1 പ്രാവശ്യവും ചൊല്ലുക. ഇതൊരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അല്ലാഹു നന്മയിൽ മുന്നേറുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.